ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്ന്. ഗുരുവായൂരിലെ ഭഗവാന്റെ കിണർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചിലവർ ശ്രദ്ധിക്കില്ല. കാരണം എല്ലാവരും ആലമ്പലത്തിൽ എത്തിയാൽ ഭഗവാനെ തൊഴുത് അങ്ങോട്ട് പോവുക, അതാണല്ലോ എല്ലാവരുടെയും ഉദ്ദേശം. ചിലവർ ശ്രദ്ധിക്കില്ല. ചിലവർ നമസ്കാര മണ്ഡപത്തിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് സോപാനത്തിൻ്റെ അവിടേക്ക് നടക്കുമ്പോൾ വലത്തേ ഭാഗത്തായിട്ട് ഒരു ഗ്രില്ല് ഇട്ടിട്ടിങ്ങനെ അതെന്താ അത് എന്നിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അതാണ് ക്ഷേത്രത്തിലെ ഭഗവാന്റെ കിണർ. മണിക്കിണർ എന്നാണ് പറയുക. ആ മണിക്കിണറിലെ ആ വെള്ളത്തിന് ഒരു പ്രത്യേക രുചിയാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. അവിടെ വന്ന് പ്രസാദം കഴിക്കുന്നവർക്കും അല്ലെങ്കിൽ തീർത്ഥം ഒരു തവണ സേവിച്ചവർക്കും ആ മണിക്കിണറിലെ വെള്ളത്തിൻ്റെ രുചി, ഒരു പ്രത്യേക രുചി മനസ്സിലാക്കാൻ സാധിക്കും. ആ കിണറിൽ നിന്നാണ് വെള്ളം കോരിയിട്ടാണ് അവിടെ ക്ഷേത്രത്തിലെ ഇടപ്പള്ളിയിലേക്കും ശ്രീകോവിലേക്കും ഉപദേവത അങ്ങനെ എല്ലാ ദിക്കിലേക്കും ഉള്ള വെള്ളം കീഴ്ശാന്തിമാർ വലിയ വലിയ കുട്ടകളിലാക്കിയിട്ട്, കുട്ടക എന്നാ പറയുക, വലിയ പാത്രം, ചെമ്പ് എന്ന് പറയാൻ വയ്യ, ഒരു നീളത്തിലുള്ള കുട്ടക തന്നെയാണ് പറയാൻ തോന്നുന്നത്. അങ്ങനത്തെ പാത്രത്തിലാക്കിയിട്ട് മുമ്പിലൊരു കീഴ്ശാന്തി, പിന്നിലൊരു കീഴ്ശാന്തി, എന്നിട്ട് മുമ്പിലത്തെ കീഴ്ശാന്തിയുടെ പുറത്തായിട്ട് പിന്നിലത്തെ കീഴ്ശാന്തിയുടെ കൈ വെച്ച് അങ്ങനെ ഒരു പ്രത്യേക തരത്തിലാണ് ആ വെള്ളം കൊണ്ടുവല്. പ്രസാദം തീർത്ഥം കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീർത്ഥവും ചന്ദനവും കീഴ്ശാന്തിമാരവിടെ കൊടുക്കുമല്ലോ വടക്കേ പ്രദക്ഷിണ വരിയിൽ. എത്ര വേഗത്തിലാണ് എത്രയോ ഭക്തർക്ക് കൊടുക്കണത്. എന്നാൽ എല്ലാവർക്കും കിട്ടണമുണ്ട്. എല്ലാവർക്കും തീർത്ഥവും ചന്ദനവും എല്ലാവർക്കും കിട്ടണമുണ്ട്. എല്ലാവർക്കും തീർത്ഥം കിട്ടും, എല്ലാവർക്കും ചന്ദനവും കിട്ടും. അപ്പോൾ ആ കുറച്ച് തീർത്ഥം കഴിച്ചാൽ തന്നെ നമുക്ക് ആ മണിക്കിണറിലെ, അതായത് ഭഗവാന്റെ അനുഗ്രഹമുള്ള മണിക്കിണറിലെ ആ മധുരം നിറഞ്ഞ ആ ജലത്തിൻ്റെ സ്വാദ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. കൂടാതെ ശ്രീകോവിലിൻ്റെ അല്ലെങ്കിൽ നമസ്കാര മണ്ഡപത്തിൻ്റെ തെക്കേ ഭാഗത്തായിട്ടാണ് തിടപ്പള്ളി, പറഞ്ഞുവല്ലോ. അവിടെ വേറെ ആരും പ്രവേശനമില്ല, എല്ലാവർക്കും അറിയണ കാര്യമാണ്. ഭഗവാന് നിവേദ്യങ്ങളും പായസങ്ങളും ഉണ്ടാക്കാനുള്ള സ്ഥലമാണല്ലോ. ആ മണിക്കിണറിൻ്റെ വടക്കേ ഭാഗത്തായിട്ട് ഒരു മുറി കാണാം. കോയ്മ മുറിയാണത്. രണ്ടാമത്തേത് മുളപൂജ നടക്കണ മുറി, അതായത് ഉത്സവത്തിന് കലശത്തിനൊക്കെ മുളപൂജ നടത്തുന്ന മുറി. അതിനടുത്ത് കാണുന്ന മുറിയുടെ പേര് നൃത്തം എന്നാണ്. ആ മുറിയുടെ പേര്, അതായത് പണ്ട് ഭഗവാൻ അവിടെ നൃത്തം ചെയ്യണത് വില്ലുമംഗലം സ്വാമിയാർ കണ്ടൂത്രേ.
അതുകൊണ്ട് ആ മുറിക്ക് നൃത്തം എന്നാണ് പറയാറ്. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ കൊടിമരച്ചോട്ടിൽ നിന്നിട്ട് ഭഗവാനെ തൊഴുമ്പോൾ ആ പ്രവേശന കവാടത്തിന് മുകളിൽ 2 വലിയ ആനക്കൊമ്പ് കാണാം. അത് സാക്ഷാൽ ഗുരുവായൂർ കേശവൻ്റെയാണ്. കൊടിമരത്തിന് മുകളിൽ പടിഞ്ഞാട്ട് അഭിമുഖമായിട്ട് ഗരുഡ ഭഗവാനെയും കാണാം പറഞ്ഞുല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ആ ഗരുഡ ഭഗവാനെ വന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങൾ പടിഞ്ഞാറേ നടയെന്ന് കിഴക്ക് തിരിഞ്ഞിട്ട് കൊടിമരം നോക്കിയിട്ട് തൊഴാറ്. പിന്നെ മറ്റൊരു കാര്യം, എല്ലാ ഉത്സവത്തിനും വെടിക്കെട്ട് പതിവുണ്ട്. എന്നാൽ ഇവിടെ ഉത്സവത്തിന് വെടിക്കെട്ട് പതിവില്ല. ഉണ്ണിക്കണ്ണന് വെടിക്കെട്ട് പേടി. അത്ഭുതം അല്ലേ? എന്തോ വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണൻ, ബാലലീലകൾ കാണിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ് ഗുരുവായൂരിൽ ഭഗവാന്റെ ഇരിപ്പ് എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കലാവും ചിലപ്പോൾ. വെടിക്കെട്ട് വേണ്ട. അങ്ങനെയുള്ള ആ ഉണ്ണിക്കണ്ണൻ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.